രാവിലെ തന്നെ ഇങ്ങനൊരു കാര്യം പറയണോ പറയണ്ടയോ എന്ന് ആദ്യം ആലോചിച്ചു. ആരൊക്കെയോ വൈറലാക്കിയ ആ വീഡിയോയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ച പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷനോട് ആദ്യം നന്ദി പറയുന്നു. 2 ദിവസം മുമ്പ് രാത്രിയിലാണ് ഇതൊന്ന് കാണണേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന ആ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. നമ്മുടെ കുട്ടികളുടെ മനോഭാവം ഇങ്ങനെ മാറി മാറി വരുന്നതും കുട്ടികളുടെ മുമ്പിൽ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്ന അധ്യാപകരുടെ അവസ്ഥയൊക്കെ ആലോചിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് അന്ന് ഞാൻ കിടന്നത്. രാവിലെ മൊബൈലിൽ നോക്കുമ്പോൾ സൈബർ ലോകം മുഴുവൻ ആ കുട്ടിയെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒക്കെ വിചാരണ ചെയ്യുന്ന വീഡിയോകളും കമൻറ്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്? സോഷ്യൽ മീഡിയ എന്ന സംവിധാനം ഒരാളെ ഇല്ലാതാക്കാനുള്ളതാണോ? എന്തും വിളിച്ചു പറയാനുള്ളതാണോ? ആ കുട്ടി അല്ലെങ്കിൽ മറ്റൊരു കുട്ടി അങ്ങനെ ആക്രോശിക്കുന്നു എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ അതിന് ഉത്തരവാദികൾ? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും നമ്മൾ ആസ്വദിക്കുന്നതുമായ പലതുമല്ലേ നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നതും അവർ കൊണ്ടു നടക്കുന്നതും. മാതൃകയാക്കേണ്ടവർ പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ ചർച്ചകളിലുമൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളും വർത്തമാനങ്ങളും അവരുടെ ശരീരഭാഷയുമൊക്കെ കണ്ടല്ലേ അവർ വളരുന്നത്. അവർക്ക് ആസ്വദിക്കാനും അറിയുവാനും സൃഷ്ടിക്കപ്പെടുന്ന സിനിമകളിൽ ആ സിനിമകളിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും അതിനകത്ത് കാണുന്ന വയലൻസുകളും കണ്ടല്ലേ അവർ വളരുന്നത്. ഒരു കുറ്റത്തെ മറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ടെലിവിഷൻ പരിപാടികൾ കണ്ടല്ലേ അവർ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാവുന്ന ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലേ അവർ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പടച്ചുവിടുന്നത് ആരാണ്? അവരാണോ അതോ നമ്മളാണോ? ആരൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് മയക്കുമരുന്നും മദ്യവുമൊക്കെ സുലഭമായി കിട്ടുന്നതിനുള്ള അവസരമൊരുക്കുന്നത്? ഒരു കുട്ടിയും ഒരു പ്രത്യേക സ്വഭാവവിശേഷത്തോടു കൂടിയല്ല ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. ആ കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ ഭൂരിഭാഗവും രൂപപ്പെടുന്നത് മാതാപിതാക്കളിൽ നിന്നും ആ കുട്ടി വളരുന്ന ചുറ്റുപാടുകളിൽ നിന്നും പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നും കാണുന്ന കാഴ്ചകളിൽ നിന്നും കേൾക്കുന്ന വാക്കുകളിൽ നിന്നും അതുപോലെ തന്നെ നേരിടുന്ന അറിവുകളിൽ നിന്നുമൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവുന്നു എന്ന് ചോദിച്ച് നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവുന്നു എന്നൊന്ന് നമ്മൾ സ്വയം ചോദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ആ കുട്ടി മാപ്പ് പറഞ്ഞെന്നും സ്കൂളിൻ്റെ PTA അവനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായെന്നും വായിച്ച സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി. ജപ്പാനിൽ കിൻസുക്കി എന്ന് പറയുന്നൊരു ആചാരമില്ലേ? പൊട്ടിയ പാത്രങ്ങൾ വലിച്ചെറിയുകയല്ല അവർ ചെയ്യുന്നത്. ആ കഷണങ്ങളെ വീണ്ടും എടുത്ത് പശ ചേർത്ത് ഒട്ടിച്ച് പഴയതുപോലെയാക്കും. ആ പശയിൽ കുറേ സ്വർണ്ണത്തരികൾ അവർ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. അത്തരം പാത്രങ്ങൾക്ക് പിന്നെ പ്രത്യേക സ്ഥാനവും പഴയതിനേക്കാൾ 10 മടങ്ങ് വിലയുമാണ്. എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് ചേർത്തൊട്ടിക്കണം നമ്മളൊക്കെ പല രീതിയിൽ നിലത്തിട്ടുടയ്ക്കുന്ന ഈ കുട്ടികളെ.